സ്റ്റീഫൻ നെടുമ്പള്ളി ആണെങ്കിലും അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ക്യാരക്ടർ രണ്ടും എന്താ പറയുക ഒരു ഇമ്പാക്റ്റിൻ്റെ അറ്റത്താണ്. അഡ്രിനാലിൻ റഷ് നമ്മൾ സത്യമായിട്ടും വിളിക്കുന്ന ഒരു സമയത്ത് എന്തായിരുന്നു താങ്കൾ ഏറ്റവും വലിയ ലൂസിഫർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വാട എന്ന് പറയുന്നതും പിന്നെ അദ്ദേഹത്തിന്റെ നടപ്പും ഇരിപ്പും കണ്ണും മുണ്ടിന്റെ തരിയും എല്ലാം. ഇത് ആക്ച്വലി ആ സിറ്റുവേഷന് ആ പാട്ട് ആയിരുന്നില്ല ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ചെയ്ത് തുടങ്ങിയപ്പം, അതായത് കഴിഞ്ഞ പടത്തിൽ ഇതുപോലത്തെ ഒരു സിമിലർ സിറ്റുവേഷനിൽ എല്ലാവർക്കും മനസ്സിൽ പതിഞ്ഞൊരു പാട്ടാണ് കടവുളെ പോലെ. അപ്പൊ ആ പാട്ട് ഇനി നമുക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു. പക്ഷെ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും അവിടുത്തെ ടെക്നീഷ്യൻസും ലൈറ്റ് ബോയ്സും എല്ലാവരുടെയും മനസ്സിൽ ഈ പാട്ട് തന്നെ റെസനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഷൂട്ട് ചെയ്തിരിക്കുമ്പോൾ പൃഥ്വിയുടെ മനസ്സിൽ ഇത് തന്നെയാണുള്ളത്, എഡിറ്ററിന്റെ മനസ്സിൽ അക്കുയുടെ മനസ്സിൽ ഇത് തന്നെ ഉള്ളത്. പക്ഷെ എല്ലാവരും എന്തായാലും പുതിയൊരു സാധനമല്ല, അപ്പൊ ഇത് വേണ്ട, ഓക്കെ. പിന്നെ ഞാനൊരു പുതിയ സാധനം ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് പൃഥ്വി എന്നെ വിളിച്ചത്, ഇവ ഉണ്ടാക്കിയോ? നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും മറ്റേ സാധനമാണ് മനസ്സിൽ വരുന്നത്. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും സ്ഥാനത്ത് മനസ്സിൽ അങ്ങനെ ഒരു റീകോൾ വരികയാണെങ്കിൽ ഓഡിയൻസിന് ഇത് തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നെ അത് തന്നെ ഞാൻ പറഞ്ഞു, അത് തന്നെ വീണ്ടും വീണ്ടും ഡിക്റ്റീവായിട്ടല്ല, അതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് ചിന്തിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചത്, ആദ്യം തുടക്കം അതിൻ്റെതായ സെയിം തുടക്കം ഇടുക, പിന്നെ പുതിയൊരു സാധനത്തിലേക്ക് പോയിട്ട് ആൾക്കാർ അത് ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ അതിന് ഇട്ട് കൊടുക്കുക, കടവുള പോലെ എന്ന് പറഞ്ഞു. അത് തിയേറ്ററിൽ ചെയ്തപ്പം പെട്ടെന്ന് ആ ലൈൻ കേൾക്കുന്നതും തിയേറ്റർ കംപ്ലീറ്റ് ആയിട്ട് നിന്ന് എന്താ പറയാ ആഘോഷിക്കാന്ന് പറയുന്നത്. ആ സീൻ ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു.